ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റായ നൽകുകിൽ നേടാം എന്നതിലെ അവസാനത്തെ പാഠമാണ് കേട്ടോ. ഒരു സ്വപ്നമുണ്ടായിരുന്നു എന്ന കഥയും അതിലെ തുടർ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പ്രകൃതിയിൽ ജീവജാലങ്ങൾ പരസ്പരം ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ടോ? അപ്പോൾ എന്താണ് സംഭവിക്കുക? അതാണ് ഈ കഥയിലൂടെ നമ്മൾ നോക്കുന്നത്. ദിനകരൻ ഒരു സ്വപ്നമുണ്ടായിരുന്നു. പുറം ലോകം എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്ക വാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം. ദിനകരന് മാത്രമല്ല, ആദിയിൽ അധികം പേർക്കും അതുതന്നെയാണ് ആഗ്രഹം, സമാധാനം. ഒഴുക്കും തണുപ്പും നിശബ്ദതയും അവരെ പഠിപ്പിച്ചത് അതാണ്. അത് നിലനിൽക്കണമെന്ന് ദിനകരൻ ആഗ്രഹിച്ചു. പുറം ലോകം പക്ഷേ സ്വയം മാറി മറിയുക മാത്രമല്ല, കൈ നീട്ടുക കൂടിയാണ്. എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കുകൈകൾ കൊണ്ട് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റിക്കളയുന്നു. അതിവേഗം ദുർമേധസ് വരുന്ന, എന്ത് തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറം ലോകം. അതിൻ്റെ വായിൽ എന്തും കൊള്ളും. കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടിവിഴുങ്ങും. എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വെക്കും. മണ്ണിൽ പണിയെടുക്കുമ്പോൾ ദിനകരൻ സത്യമാണ് തേടിയത്. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത്. മണ്ണിലൊരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു. ലളിതമായ സത്യം. 100 മേനി വിളയിക്കുന്നവനാണ് കൃഷിക്കാരൻ. ദിനകരൻ നിന്നും കൃഷിക്കാരനാവാൻ ആഗ്രഹിച്ചു. അതേ അവൻ അറിയൂ. സത്യത്തിലേക്കുള്ള വഴി ഏതാണ്? കുട്ടികൾ ചോദിക്കുന്നു. മണ്ണ്, വെള്ളം, വെയില്, വിയർപ്പ്, വിത്ത്. ദിനകരൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ വഴികൾ അടഞ്ഞ് ഉത്തരം മുട്ടി ദിനകരൻ നിൽക്കുന്നു. അമ്മ അവസാനത്തെ പിടി നെല്ലും പുഴുങ്ങി ഉണക്കി കുത്തും. ചോറ് വയ്ക്കും. അതും തീരും. ദിനകര, ഏതാണ്ടൊരു നിലവിളി പോലെ ദേവകി വിളിച്ചു. കിതച്ചുകൊണ്ട് അവൾ ദിനകരന്റെ മുന്നിൽ നിന്നു. എന്താ ദേവുവോ? അമ്മ അടുക്കളയിൽ നിന്ന് എത്തി നോക്കി. മാധു, ദേവകി പറഞ്ഞു. എന്തേ കുഞ്ഞുമാധുവിന്? അവള് വെള്ളത്തിന്ന് കേറണില്ല. വെള്ളത്തിന്ന് കേറണില്ലേ? എൻ്റെ കൂടെ ഒന്ന് വായോ മോനെ. ദേവകി തിരിച്ചോടി. വേഗം വായോ. ഓടുന്നതിനിടയിൽ അവൾ വിളിച്ചു പറഞ്ഞു. ഒന്ന് ചെന്ന് നോക്ക്. അമ്മയ്ക്ക് പരിഭ്രമമായി. എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ചു വരില്ല. വെള്ളത്തിന്ന് കേറണില്ല എന്ന് വെച്ചാൽ അമ്മയ്ക്ക് അത് വിചിത്രമായി തോന്നി. ദേവകി ഓടുന്നത് കുഞ്ഞുമാത്തമ്മയുടെ വീട്ടിലേക്കാവുമെന്നാണ് ദിനകരൻ വിചാരിച്ചത്. പക്ഷേ വയലുകളും വരമ്പുകളും കടന്ന് മുട്ടോളം മുങ്ങിയ ചളിയിലും ചതുപ്പിലും ചവിട്ടി നീളൻ പുല്ലുകളും കുറ്റിച്ചെടികളും വകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത തോന്നി. ആരും ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരാറില്ല. മണ്ണിട്ട് നശിപ്പിച്ച് തണ്ണീർത്തടത്തിനു മീതെ പലമാതിരി സാധനങ്ങളുടെ അസ്ഥിവാരങ്ങൾ ഉയരുന്നുണ്ട്. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. ദൃഢമായതും സുനിശ്ചിതവുമായ അതിരുകൾ. കൃത്യമായി അളന്നു തിരിച്ച് ചിലതിന് കമ്പിവേലി, ചിലതിന് മതിൽക്കെട്ട്. മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിന് മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ്. ആഴമേറിയ സ്നേഹത്തിന്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും. അവർ മാത്രമല്ല, മീനുകളും തവളകളും ഞണ്ടുകളും കക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴജന്തുക്കളും പുല്ലും ചെടിയും കണ്ടലുമൊക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ്. നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും. ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും. ഉടമ്പടി ലംഘിച്ചവന്റെ കുറ്റബോധത്തോടെയും ആത്മനിന്ദയോടെയും ദിനകരൻ നിൽക്കുന്നു. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടിവളർത്തിയ മഹാതീർത്ഥടമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടിവളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു. പരിപാലിച്ചില്ല. വേഗം വായോ കുട്ടി, ദേവകി വിളിച്ചു പറഞ്ഞു. എങ്ങോട്ടാ നിങ്ങൾ ഓടണേ ദേവമ്മേ? ദിനകരൻ അസ്വസ്ഥമായി ചോദിച്ചു. ദേവകി അത് കേട്ടില്ല. കുമാരന്റെ ഭൂമിയുടെ അതിരിലെ നക്ഷത്ര കണ്ടലുകളുടെ കരിമ്പച്ചക്കുള്ളിൽ ദൂരെന്നെ കാണാമായിരുന്നു കുഞ്ഞുമാത്വമ്മയുടെ വെളുത്ത വസ്ത്രങ്ങൾ. അവരവിടെ എന്തെടുക്കുക? വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിരിക്ക. അവൾ വിളിച്ചാൽ കേൾക്കില്ല. മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല. തോളത്തിട്ട തോർത്തുകൊണ്ട് കണ്ണു തുടച്ച് ഓട്ടം നിർത്തി ദേവകി ദിനകരന്റെ ഒപ്പം നടന്നു. 14 ദിവസമായി ഏറ്റം വരണില്ല എന്നും പറഞ്ഞ് കുഞ്ഞിമാത്തു വ്യസനിക്കുന്നു. ആ മണ്ണും തിണ്ടേമെന്ന് എന്ത് ചെയ്താൽ എഴുന്നേറ്റ് പോരില്ല. ഏറ്റം വന്നിട്ട് മുങ്ങാൻ കാത്തിരിക്കാത്രേ. വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടിന്മേൽ ഇരുന്ന് ദിനകരനും വേലിയേറ്റം കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മൺതിണ്ടിന്മേൽ വെള്ളം വന്നലയ്ക്കുന്ന മൃദു ശബ്ദം. മർമരം പോലെ ഗ്ലൂ 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 നോക്കിക്കൊണ്ടിരിക്കെയാണ് വെള്ളം പൊങ്ങുക. വെള്ളം പൊങ്ങി മൺതിണ്ട് മുങ്ങും. ദിനകരൻ മുങ്ങും. വെള്ളം തലയ്ക്കു മീതെ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ്. അതൊരു ആഘോഷമാണ്. വെള്ളത്തെ അറിയലാണ്.
ആ വരവില്ലെങ്കിൽ ജീവിതമില്ല, നെല്ലില്ല, മീനില്ല. എത്ര ഏറ്റവും ഇറക്കവും കണ്ടവളാണ് കുഞ്ഞിമാത്തുമ്മ. ഇനി ദേശത്തേക്ക് വെള്ളം വരില്ലെന്ന തോന്നൽ അവരെ അമ്പരപ്പിച്ചിട്ടുണ്ടാവും. എന്തിനാ അത്? തലയ്ക്കുമീതെ വെള്ളമെന്ന അതുക്കുമീതെ തോണി. അല്ലാണ്ടെന്താ? വെള്ളം വന്നാ വന്ന പോലെ ജീവിക്കും, വന്നില്ലെങ്കിൽ വരാത്ത പോലെ ജീവിക്കണം. അതിനു പകരം ഇങ്ങനെ വെള്ളത്തിൽ കുത്തിരുന്നിട്ട് എന്താ കാര്യം? കണ്ടലിന്റെ പേരിൽ പിടിച്ചു തൂങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ദേവകി പറഞ്ഞുകൊണ്ടേയിരുന്നു. കുഞ്ഞുമാത്തമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ല. അരയ്ക്കൊപ്പം വെള്ളത്തിലാണിരിപ്പ്. നനഞ്ഞ ഉടൽ വിറയ്ക്കുന്നുണ്ട്. കൈകൾ നെഞ്ചത്ത് പിണച്ചു കെട്ടിയിരിക്കുന്നു. ചത്ത മത്സ്യങ്ങളെ പോലെ വിളറി വെളുത്ത വിരലുകൾ. ചുണ്ടുകൾ കറുത്തുപോയിട്ടുണ്ട്. കാർത്തിയാനി വിഷാദത്തോടെ അടുത്തിരിക്കുന്നുണ്ട്. പോവാം കുഞ്ഞുമാത്തമ്മേ, ദിനകരൻ ചോദിച്ചു. കുഞ്ഞുമാത്തമ്മ അവനെ സൂക്ഷിച്ചു നോക്കി. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ? അതെന്നെയാ ചോദിച്ചേ. നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാ പറ്റോ? ദിനകരന് മനസ്സിലായില്ല. അവൻ കാർത്തിയാനിയുടെ മുഖത്തേക്ക് നോക്കി. കാർത്തിയാനി മുഖത്ത് വിരൽ വെച്ചു. അത് കണ്ടാ? കുഞ്ഞിമാത്തമ്മ കുമാരൻ കെട്ടിപ്പൊക്കിയ കരിങ്കൽ കെട്ടുകളിലേക്ക് ചൂണ്ടിക്കാട്ടി. ചെന്ന് നോക്ക്. ദിനകരൻ കണ്ടു. കരിങ്കൽ കെട്ടുകളിൽ വന്നലച്ചു നിലവിളിക്കുന്ന വെള്ളം. ഞാൻ എങ്ങടുമില്ല, നിങ്ങൾ പോയിക്കോ, കുഞ്ഞിമാത്തമ്മ പറഞ്ഞു. സാറ ജോസഫ് എഴുതിയ ആദി എന്ന നോവലിൽ നിന്നുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. വാക്യങ്ങൾ കണ്ടെത്താൻ പറയാം. താഴെ കൊടുത്ത കഥാസന്ദർഭങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്ന വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി വായിച്ച് അവതരിപ്പിക്കൂ. 1. ദിനകരന്റെ സ്വപ്നം. ദിനകരന് ഒരു സ്വപ്നമുണ്ടായിരുന്നു. പുറം ലോകം എങ്ങനെയൊക്കെ മാറിമറിഞ്ഞാലും ആരും കൈനീട്ടി തൊടാനിടയില്ലാത്ത ചതുപ്പും കാടും വെള്ളവുമായി കിടക്കുന്ന ദേശത്ത് കൃഷി ചെയ്തും മീൻ പിടിച്ചും കക്കവാരിയുമൊക്കെ സമാധാനമായിട്ട് ജീവിക്കുക എന്ന സ്വപ്നം. 2. പുറം ലോകം കൊച്ചു പ്രദേശങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ. എന്തും വേരോടെ പറിച്ചെടുക്കാൻ ശേഷിയുള്ള ഉരുക്കു കൈകൾ കൊണ്ട് പുറം ലോകം കൊച്ചു പ്രദേശങ്ങളെ കോരി മാറ്റി കളയുന്നു. അതിവേഗം ദുർമേധസ് പെരുകുന്ന, എന്തു തിന്നാലും വിശപ്പടങ്ങാത്ത മഹാരോഗിയെ പോലെയാണ് പുറം ലോകം. അതിൻ്റെ വായിൽ എന്തും കൊള്ളും. കുന്നും മലയും കാടും പുഴയും വയലും ചതുപ്പും ഒക്കെ അത് വെട്ടിവിഴുങ്ങും. എന്നിട്ട് മഹാനഗരങ്ങളെ വിസർജിച്ചു വയ്ക്കും. 3. ദിനകരൻ കണ്ടെത്തിയ ലളിതമായ സത്യം. മണ്ണും വെള്ളവും വെയിലും വിയർപ്പും കൂടിയാണ് വിത്തിനെ മുളപ്പിക്കുന്നത്. മണ്ണിലൊരു വിത്തിട്ടാൽ അത് മുളയ്ക്കുന്നു. ലളിതമായ സത്യം. 4. കൃഷിക്കാരൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. മണ്ണ്, വെള്ളം, വെയിൽ, വിയർപ്പ്, വിത്ത്. 5. ദിനകരൻ്റെ അമ്മയ്ക്ക് വിചിത്രമായി തോന്നിയ സംഭവം. എന്തെങ്കിലും കുഴപ്പമില്ലാതെ ദേവകി ഇങ്ങനെ കൂക്കി വിളിച്ചു വരില്ല. വെള്ളത്തിൽ നിന്ന് കയറണില്ലാന്നാ എന്ന് വെച്ചാൽ അമ്മയ്ക്കത് വിചിത്രമായി തോന്നി. 6. ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ അവസ്ഥ. പക്ഷേ വയലുകളും വരമ്പും കടന്ന് മുട്ടോളം മുങ്ങിയ ചളിയിലും ചതുപ്പിലും ചവിട്ടി നീളൻ പുല്ലുകളും കുറ്റിച്ചെടികളും വകഞ്ഞു മാറ്റി ദേവകി ഗണേശ സുബ്രഹ്മണ്യത്തിൻ്റെ സ്ഥലത്തേക്ക് കയറി പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് അസ്വസ്ഥത തോന്നി. അപ്പോൾ ഇവിടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ടല്ലേ, മുട്ടോളം മുങ്ങിയ ചെളിയും ചതുപ്പുമാണ്, നീളൻ പുല്ലുകളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. 7. ആദിയിലെ തടാകം ദേശവുമായി ചെയ്ത സ്നേഹത്തിൻ്റെ ജല ഉടമ്പടി. മണ്ണിനടിയിൽ കുഴിച്ചു മൂടപ്പെട്ടത് ദേശത്തിനു മുഴുവൻ അന്നം തന്നിരുന്ന തണ്ണീർത്തടമാണ്. ആഴമേറിയ സ്നേഹത്തിൻ്റെ ഉടമ്പടിയിലായിരുന്നു അവരും ആ തടാകവും. അവർ മാത്രമല്ല, മീനുകളും തവളകളും ഞണ്ടുകളും കൊക്കകളും പക്ഷികളും ശലഭങ്ങളും ഇഴജന്തുക്കളും പുല്ലും ചെടിയും കണ്ടലും ഒക്കെ ആ ജല ഉടമ്പടിയിൽ ഒപ്പിട്ടവരാണ്. നീ ഞങ്ങൾക്ക് വെള്ളവും ഉപജീവനവും തരും. ഞങ്ങൾ നിന്നിൽ വേല ചെയ്യുകയും നിന്നെ പരിപാലിക്കുകയും ചെയ്യും. ഉടമ്പടി ലംഘിച്ചവൻ്റെ കുറ്റബോധത്തോടെയും ആത്മനിന്ദയോടെയും ദിനകരൻ നിൽക്കുന്നു. 8. ഒരാഘോഷമായും വെള്ളത്തെ തിരിച്ചറിയലായും വിശേഷിപ്പിച്ച കാര്യം. വേലിയേറ്റത്തിൽ മുങ്ങിപ്പോകുന്ന ആ മൺതിണ്ടിന്മേലിരുന്ന് ദിനകരനും വേലിയേറ്റം കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. കാത്തിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ മെല്ലെ കേൾക്കാൻ തുടങ്ങും മൺതിണ്ടിന്മേൽ വെള്ളം വന്നലയ്ക്കുന്ന മൃദു ശബ്ദം. മർമരം പോലെ ഗ്ലു ഗ്ലു ഗ്ലു. നോക്കിക്കൊണ്ടിരിക്കെയാണ് വെള്ളം പൊങ്ങുക. വെള്ളം പൊങ്ങി മൺതിണ്ട് മുങ്ങും. ദിനകരൻ മുങ്ങും. വെള്ളം തലയ്ക്കു മീതെ കൂടി കടന്നു പോകാൻ ശ്വാസം പിടിച്ചിരിക്കുന്നത് ഒരു പരിശീലനമാണ്. അതൊരാഘോഷമാണ്. വെള്ളത്തെ അറിയലാണ്. ആ വരവില്ലെങ്കിൽ ജീവിതമില്ല, നെല്ലില്ല, മീനില്ല. 9. വെള്ളത്തിലിറങ്ങിയിരിക്കുന്ന കുഞ്ഞിമാത്തുമ്മയുടെ രൂപവും ഭാവവും. അരയ്ക്കൊപ്പം വെള്ളത്തിലാണിരിപ്പ്. നനഞ്ഞ ഉടൽ വിറയ്ക്കുന്നുണ്ട്. കൈകൾ നെഞ്ചത്ത് പിണച്ചു കെട്ടിയിരിക്കുന്നു. ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളറി വെളുത്ത വിരലുകൾ. ചുണ്ടുകൾ കറുത്തുപോയിട്ടുണ്ട്. 10. കുഞ്ഞിമാത്തുമ്മ ദിനകരനോട് പറഞ്ഞ മറുപടി. അതെന്നെയാ ചോദിച്ചേ. നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയാൽ പറ്റോ? ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങൾ പൊയ്ക്കോ. ഇതിനിടയിൽ വേറെയും സംഭാഷണങ്ങളുണ്ട്. അത് മക്കൾക്ക് വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കൂ. കുഞ്ഞിമാത്തുമ്മയും വെള്ളവും തമ്മിൽ. കുഞ്ഞിമാത്തുമ്മയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നുമില്ല. അരയ്ക്കൊപ്പം വെള്ളത്തിലാണിരിപ്പ്.
കരിങ്കൽ കെട്ടുകളിൽ വന്നലച്ചു നിലവിളിക്കുന്ന വെള്ളം. കുഞ്ഞിമാത്തുമ്മയോടും ആദിയിലെ മറ്റുള്ളവരോടും വെള്ളത്തിന് എന്തെല്ലാമോ പറയാനുണ്ടായിരുന്നു. കുഞ്ഞിമാത്തുമ്മയ്ക്ക് കരിങ്കൽ കെട്ടുകളിൽ നിലവിളിച്ചുകൊണ്ട് വന്നലയ്ക്കുന്ന ആ വെള്ളത്തിനോടും ചിലത് പറയാനുണ്ടായിരുന്നു. വെള്ളവും കുഞ്ഞിമാത്തുമ്മയും തമ്മിലുള്ള സംഭാഷണം എഴുതി നോക്കൂ. കുഞ്ഞിമാത്തുമ്മേ, എന്നെ ഓർമ്മയുണ്ടോ? വർഷങ്ങളായി നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീടിന് മുകളിലൂടെ ഒഴുകുന്നു. കുഞ്ഞിമാത്തുമ്മ: വെള്ളമേ, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. പക്ഷേ നിങ്ങൾ എന്നെയും എൻ്റെ വീടിനെയും നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം: ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ തടസ്സപ്പെടുത്താതെ ഒഴുകാൻ എനിക്ക് ഒരിടം വേണം. നിങ്ങൾ എൻ്റെ വഴിയിൽ വീടുകൾ നിർമ്മിച്ചു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത്. കുഞ്ഞിമാത്തുമ്മ: നിങ്ങൾ പറയുന്നത് ശരിയാണ് വെള്ളമേ. ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ തെറ്റുകൾക്ക് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെള്ളം: എനിക്ക് നിങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല. നിങ്ങൾ എൻ്റെ വഴിയിൽ നിന്ന് മാറിയാൽ ഞാൻ ശാന്തമായി ഒഴുകിപ്പോകാം. കുഞ്ഞിമാത്തുമ്മ: ഞങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കും. നിങ്ങൾ വീണ്ടും ശാന്തമായി ഒഴുകിപ്പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ചോദ്യം, നിങ്ങളുടെ പ്രതികരണം. ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു: എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല. ആദിയിലെ മനുഷ്യരുടെ കഥ ഭൂമിയുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ വാക്കുകൾ കൂടി കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കൂ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾക്കുള്ള വിഭവങ്ങൾ ഭൂമിയിലുണ്ട്. എന്നാൽ ഒരാളുടെയും ആർത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഭൂമിയിലില്ല എന്ന ഗാന്ധിജിയുടെ വാക്കുകൾ ആദിയിലെ മനുഷ്യരുടെ കഥയുമായി ചേർത്ത് വായിക്കുമ്പോൾ പ്രകൃതിയോടുള്ള മനുഷ്യന്റെ സമീപനത്തെക്കുറിച്ചുള്ള ഗുരുതരമായ മുന്നറിയിപ്പായി അത് മാറുന്നു. ആർത്തി എന്ന ഒരൊറ്റ വികാരം എങ്ങനെ ഒരു ദേശത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. ആദിയിലെ ദുരന്തത്തിന് കാരണം ഗാന്ധിജി പറഞ്ഞ ആർത്തി തന്നെയാണ്. പുറംലോകം ആദിയെപ്പോലുള്ള കൊച്ചു പ്രദേശങ്ങളെ ചൂഷണം ചെയ്തതിനെക്കുറിച്ച് കഥ വിവരിക്കുന്നുണ്ട്. അവർ വെള്ളം തട്ടെടുക്കുകയും വയലുകളും നീർത്തടങ്ങളും നികത്തുകയും കാവുകൾ വെട്ടിമാറ്റുകയും ചെയ്തു. ഇത് തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് കൂടുതൽ സമ്പത്തും വികസനവും നേടാനുള്ള അത്യാഗ്രഹം കൊണ്ടായിരുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ഉടമയാണെന്ന തെറ്റിദ്ധാരണയാണ് ഈ ചൂഷണത്തിന് കാരണം. ഈ ആർത്തിയുടെ ഫലമാണ് പ്രകൃതിയുടെ തിരിച്ചടി. കുളത്തിൽ വെള്ളം വറ്റിയതും ഒടുവിൽ കരിങ്കൽ കെട്ടുകളിൽ തട്ടി നിലവിളിച്ചുകൊണ്ട് വെള്ളം പ്രളയമായി തിരികെ വന്നതും മനുഷ്യന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ്. ഞങ്ങളുടെ ആർത്തി കൂടിയപ്പോൾ നിന്റെ ഒഴുക്കിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തി എന്ന് കുഞ്ഞിമാത്തുമ്മ വെള്ളത്തോട് സമ്മതിക്കുമ്പോൾ ആദിയിലെ ജനത തങ്ങളുടെ പാപഭാരം ഏറ്റെടുക്കുകയാണ്. ഇവിടെ വെള്ളം വെറുമൊരു പ്രകൃതി പ്രതിഭാസമല്ല, അത് നിയമം തെറ്റിക്കപ്പെട്ട പ്രകൃതിയുടെ കോപമാണ്. കുഞ്ഞിമാത്തുമ്മ എന്ന കഥാപാത്രം. വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിരിക്കുക. അവൾ വിളിച്ചാൽ കേൾക്കില്ല. മിണ്ടാട്ടമില്ല, ഒരാട്ടമില്ല. എത്ര ഏറ്റവും ഇറക്കവും കണ്ടവളാണ് കുഞ്ഞിമാത്തുമ്മ. ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളറി വെളുത്ത വിരലുകൾ, ചുണ്ടുകൾ കറുത്തുപോയിട്ടുണ്ട്. ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങൾ പോയിക്കോ, കുഞ്ഞിമാത്തുമ്മ പറഞ്ഞു. ഈ വാക്യങ്ങൾ കുഞ്ഞിമാത്തുമ്മയുടെ ചില സവിശേഷതകൾ പറഞ്ഞു തരുന്നുണ്ട്. ഇവയും കഥാഭാഗത്തിലുള്ള മറ്റു സൂചനകളും എല്ലാം ചേർത്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കൂ. സാറാ ജോസഫിന്റെ ആദിയിലെ പ്രധാന കഥാപാത്രമാണ് കുഞ്ഞിമാത്തുമ്മ. ഒരേ സമയം നിശ്ചയദാർഢ്യത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രതീകമായി കുഞ്ഞിമാത്തുമ്മ മാറുന്നുണ്ട്. തൻ്റെ നാട്ടിലെ വെള്ളക്കെട്ടിനോട് താനടക്കമുള്ള ജനങ്ങൾ ചെയ്ത തെറ്റ് അവർക്ക് നന്നേ ബോധ്യമുണ്ട്. മറ്റുള്ളവരെ പോലെ അതിൽ പശ്ചാത്തപിക്കുന്നതിലേറെ അവർ അതിനെതിരെ സ്നേഹത്തോടെയും വാശിയോടെയും നേരിടുന്ന ചിത്രമാണ് നമുക്ക് പാഠഭാഗത്ത് കാണാനാവുന്നത്. വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ കുത്തിരിക്കുക അവള് എന്ന വാക്യം കുഞ്ഞിമാത്തുമ്മയുടെ ഇനി എന്തും വന്നോട്ടെ എന്ന മനോഭാവത്തെ കാണിക്കുന്നു. തനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന നിസ്സഹായതയുമാവാം ഈ സന്ദർഭം. വിളിച്ചാൽ കേൾക്കില്ല, മിണ്ടാട്ടമില്ല, ഉരിയാട്ടമില്ല എന്ന വാക്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അനുസരിക്കാത്ത സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അവരുടെ അവസ്ഥ കുഞ്ഞിമാത്തുമ്മയെ ആകെ താളം തെറ്റിച്ചിരിക്കാം. ചത്ത മത്സ്യങ്ങളെപ്പോലെ വിളറി വെളുത്ത വിരലുകൾ, ചുണ്ടുകൾ കറുത്തുപോയിട്ടുണ്ട് എന്ന വിവരണം അവരുടെ മാനസികാവസ്ഥയെയും ദുരിതപൂർണമായ ജീവിതത്തെയും കാണിക്കുന്നു. ഞാൻ എങ്ങോട്ടുമില്ല, നിങ്ങൾ പോയിക്കോ എന്ന വാക്കുകൾ കുഞ്ഞിമാത്തുമ്മയുടെ വാശിയെയും ദൃഢനിശ്ചയത്തെയും കാണിക്കുന്നു. ഇത്തരത്തിൽ ഒത്തിരി പ്രത്യേകതകളുള്ള ഒരു കഥാപാത്രമായി കുഞ്ഞിമാത്തുമ്മ മാറുന്നു. വെള്ളം, മണ്ണ്. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ. നോവൽ ഭാഗത്തിൽ ഏത് സന്ദർഭത്തിലാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രയോഗത്തിന്റെ ആശയം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കൂ. വെള്ളത്തിൽ വരച്ച വര പോലെയല്ല മണ്ണിൽ വരയ്ക്കുന്ന വരകൾ എന്ന വാക്കുകൾ നോവലിൽ കാണുന്നത് ഗണേശ സുബ്രഹ്മണ്യത്തിന്റെ സ്ഥലത്തിലെ മണ്ണിൽ കൃത്യമായി തീർത്ത അതിരുകളെക്കുറിച്ച് വിവരിക്കുമ്പോഴാണ്. ഈ പ്രയോഗം പ്രകൃതിയിലുള്ള മനുഷ്യന്റെ ഇടപെടലുകളുടെ സങ്കീർണത കാണിക്കുന്നു. വെള്ളത്തിലെ വരകൾ താൽക്കാലികവും നമുക്ക് കാണാൻ സാധിക്കാത്തതുമാണ്. എന്നാൽ മണ്ണിൽ നാം വരയ്ക്കുന്ന വരകൾ ദൃഢവും സ്ഥിരവുമായതാണ്. അഥവാ മണ്ണിൽ നാം തീർക്കുന്ന അതിരുകൾ സ്ഥിരമായതാണ് എന്നർത്ഥം. ഈ വരകൾ അഥവാ അതിരുകൾ ആവാസ വ്യവസ്ഥകളെയും പ്രകൃതിയെ ഒട്ടാകെയും നശിപ്പിക്കാൻ കാരണമാവുന്നു. അടുത്ത ചോദ്യം നോക്കൂ.
പ്രകൃതിയും മനുഷ്യനും. മണ്ണിനടിയിൽ കിടക്കുന്നത് അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടമാണ്. ഇനിയും അനേകം തലമുറകളെ ഊട്ടി വളർത്താൻ കെൽപ്പുണ്ടായിരുന്നവൾ. ജീവൻ കൊടുത്തും പരിപാലിക്കേണ്ടതായിരുന്നു, പരിപാലിച്ചില്ല. പ്രകൃതിക്ക് മേലുള്ള മനുഷ്യന്റെ ഇടപെടലിനെ കുറിച്ചാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തെക്കുറിച്ച് ഒരു ലഘു ഉപന്യാസം എഴുതൂ. ഉപന്യാസത്തിൽ എന്തെല്ലാം ഉൾപ്പെടണം, അവ എങ്ങനെ ക്രമപ്പെടുത്തി എഴുതണം? പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ, മനുഷ്യന്റെ ഇടപെടൽ, ആവാസ വ്യവസ്ഥയ്ക്ക് വരുന്ന മാറ്റം, ജലക്ഷാമം, പ്രകൃതി ദുരന്തങ്ങൾ, ജീവവർഗങ്ങളുടെ വംശനാശം, ഇതെല്ലാം നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഭൂമിയുടെ നിലനിൽപ്പിന് ആധാരമായ പ്രകൃതി ലക്ഷക്കണക്കിന് വർഷങ്ങളായി നിലനിൽക്കുന്ന സന്തുലിതാവസ്ഥയിലാണ്. നദികളും വനങ്ങളും നീർത്തടങ്ങളും എല്ലാം അടങ്ങുന്ന പ്രകൃതിയുടെ സ്വാഭാവികമായ അവസ്ഥ എല്ലാ ജീവജാലങ്ങൾക്കും അഭയം നൽകുന്നു. അനേകം തലമുറകളെ ഊട്ടി വളർത്തിയ മഹാനീർത്തടം എന്ന വിശേഷണം പ്രകൃതിയുടെ സമ്പന്നതയെ സൂചിപ്പിക്കുന്നു. എന്നാൽ സാമ്പത്തിക വളർച്ചയ്ക്കും അത്യാഗ്രഹത്തിനും വേണ്ടി മനുഷ്യന്റെ ഇടപെടൽ ഈ സന്തുലനം തകർത്തു. വനനശീകരണം, അമിതമായ ഖനനം, ജലസ്രോതസ്സുകളുടെ മലിനീകരണം എന്നിവ വഴി പ്രകൃതി വിഭവങ്ങൾ നാം പരിധിയില്ലാതെ ചൂഷണം ചെയ്തു. പരിപാലിച്ചില്ല എന്ന യാഥാർത്ഥ്യം ഈ ചൂഷണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്നു. ഈ അനിയന്ത്രിത ഇടപെടലുകൾ ലോകമെമ്പാടുമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരുത്തി. കാലാവസ്ഥാ വ്യതിയാനം വർദ്ധിച്ചു. ഇത് പല ജീവവർഗങ്ങളുടെ വംശനാശത്തിന് കാരണമായി. പ്രകൃതിയുടെ നിയമങ്ങളെ നമ്മൾ ലംഘിച്ചപ്പോൾ അതിൻ്റെ പരിണിതഫലമായി പ്രകൃതി ദുരന്തങ്ങൾ വർദ്ധിച്ചു. വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, വരൾച്ച തുടങ്ങിയ ദുരന്തങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി മാറി. വരും തലമുറകൾക്ക് വേണ്ടി ഈ ഭൂമിയെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പ്രകൃതിയോട് ഉത്തരവാദിത്തമുള്ളവരായി മാറണം. പ്രകൃതി സംരക്ഷണത്തിലൂടെ മാത്രമേ നമ്മുടെ നിലനിൽപ്പ് സുരക്ഷിതമാവുകയുള്ളൂ. ഇപ്പം ഇത്രയും കാര്യങ്ങളായിട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യോത്തരങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കിട്ട് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്